ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കുട്ടനല്ലൂരിലെ ഹൈലൈറ്റ് മാളിലാണ്. ക്രിസ്മസ് സീസൺ ആയതിനാൽ മാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മെ വെൽക്കം ചെയ്യാനായി അവർ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് 2 ഫ്ലോറിൻ്റെ ഉയരത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഒരുപാട് പേർ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. മാൾ സോഫ്റ്റ് ലോഞ്ച് ആയതിനാൽ വളരെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. മാക്സ്, ഈസി ബൈ തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആയിരുന്നു. ലോറ സലൂൺ, ആഗ്ന തുടങ്ങിയവയും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. മാളിൻ്റെ 2nd ഫ്ലോറിൽ നിന്നുള്ള ക്രിസ്മസ് ട്രീയുടെ വ്യൂ മനോഹരമായിരുന്നു. കളർ പ്ലസ് ഓപ്പൺ ആയിരുന്നു. കളർ പ്ലസിൽ മെയിനായിട്ട് മെൻസ് വെയർ ആണ് വരുന്നത്. ഇതുകൂടാതെ ഒരുപാട് ഷോപ്പുകൾ പുതുതായി വരുന്നുണ്ട്. ബാറ്റ, വുഡ്ലാൻഡ്, R&B തുടങ്ങിയ ഷോപ്പുകളെല്ലാം ഓപ്പണിംഗ് ഷോർട്ട്ലി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കുറേ ഓപ്പണിംഗ് സൂൺ ബോർഡുകൾ കാണാൻ സാധിക്കും. അവയെല്ലാം നെക്സ്റ്റ് മാർച്ചോടുകൂടി തുടങ്ങാനിരിക്കുന്ന ഷോപ്പുകളാണെന്നാണ് അറിയാൻ സാധിച്ചത്. റൈമണ്ട് ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. ഈസി ബൈയോട് ചേർന്ന് തന്നെ ആഗ്ന ബ്യൂട്ടി ക്ലിനിക്കും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ടോപ്പ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫുഡ് കോർട്ടാണ്. എല്ലാ കടകളും തന്നെ ഫുഡ് കോർട്ടിൽ ഓപ്പൺ ആയിരുന്നു. ബർഗർ കിങ്, KFC, ചിക്കിൻ, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും തന്നെ ഫുഡ് കോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെയധികം കാത്തിരുന്ന സിനിമാസും കുട്ടികളുടെ പ്ലയാസിയും ടോപ്പ് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഇവ രണ്ടും പ്രവർത്തന സജ്ജമായിട്ടില്ല. എപ്പിക് പലാസിയുടെ ഓപ്പണിംഗ് ഷോ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന നമ്മളുടെ സ്വന്തം ലാലേട്ടൻ്റെ എമ്പുരാനോട് കൂടിയാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടികളുടെ പ്ലേ സോണും സമ്മർ വെക്കേഷന് മുമ്പ് തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മിനി വേർഷനായ ലുലു ഡെയിലിയാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവധി ദിവസമായതിനാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മാൾ സോഫ്റ്റ് ലോഞ്ച് ആയതിനാൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള സൈൻ ബോർഡുകൾ ഇല്ലാത്തതിനാൽ മാളിലേക്ക് പുതുതായി എത്തുന്ന ആളുകൾക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പാർക്കിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ഹൈലൈറ്റ് മാളിന് തീർച്ചയായും സാധിക്കും. ഹൈലൈറ്റ് മാളിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഒപ്പം സിനിമാസിനായി കട്ട വെയിറ്റിംഗും. താങ്ക് യു ഫോർ വാച്ചിങ് അസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.